1000 കോടി ആദ്യമായിട്ട് എടുത്ത ബാഹുബലി ഇറങ്ങാൻ 99% 1% പോലും ചാൻസ് ഇല്ലാതിരുന്ന ഒരു പടമായിരുന്നു. ബാഹുബലി എങ്ങനെ ഇതൊക്കെ കടന്നു വന്നു നിങ്ങൾ അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ രാജമൗലിയുടെ കഥ എന്താണെന്ന് അറിയണം. രാജമൗലി ഒരു നെപ്പോക്കിട്ടാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ടിപ്പിക്കൽ റിച്ച് നെപ്പോക്കിട്ട് ആയിരുന്നില്ല പുള്ളി. രാജമൗലിയുടെ അച്ഛൻ ഒരു റൈറ്ററും വലിയച്ഛൻ ഒരു ലിറിസിസ്റ്റും ആയിരുന്നു. പക്ഷെ അത്ര വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആൾക്കാരായിരുന്നില്ല ഇവര്. ഇവരുടെ പേരിൽ 100-300 ഏക്കർ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ രാജമൗലി ജനിക്കുന്ന ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും അതിലൊട്ടുമുക്കാലും കയ്യിൽ നിന്ന് പോയിരുന്നു. സിനിമയിലും അവർക്ക് വിചാരിച്ച രീതിയിൽ സക്സസ് കിട്ടിയില്ല. ഒരുപാട് വർഷങ്ങൾ എടുത്തു. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ രാജമൗലി വളർന്ന് വലുതായി സിനിമ എടുത്ത് അങ്ങനെയാണ് ഇവർക്ക് ബ്രേക്ക് കിട്ടിയത്. രാജമൗലിയുടെ ആ വല്യച്ഛന്റെ മകനാണ് MM കീർവാണി. അൺസക്സസ്ഫുൾ ആയ ഇവർ രണ്ടുപേർക്കും ഒരു നിയോഗം പോലെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള 2 ആൾക്കാരെ മക്കളായിട്ട് കിട്ടുന്നത്. പക്ഷെ ഈ ഒരു ജേണി അത്ര എളുപ്പമായിരുന്നില്ല. പുള്ളിയുടെ സിനിമാ കഥകൾ പോലെ തന്നെയാണ് പുള്ളിയുടെ ബർത്ത് സ്റ്റോറി. രാജമൗലിയുടെ അമ്മ ശ്രീശൈലത്ത് പോയിട്ട് പ്രാർത്ഥിച്ച് കിട്ടിയ മകനാണ് രാജമൗലി. പുള്ളിയുടെ ഫുൾ നെയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ശ്രീശൈല ശ്രീ രാജമൗലി. ചെറുപ്പം തൊട്ടേ പുള്ളിക്ക് ഇഷ്ടം രാമായണം, മഹാഭാരതം ഇതുപോലത്തെ കുറെ എപ്പിക്സിലും പോരാത്തതിന് സ്റ്റോറി ടെല്ലിംഗ്, ആർട്സ്, സ്പോർട്സ് ഇങ്ങനത്തെ കാര്യങ്ങളിലായിരുന്നു. പക്ഷേ പുള്ളിയുടെ അമ്മ ഒരിക്കൽ പോലും സാധാരണ ഇന്ത്യൻ ഹൗസ് ഹോൾഡിൽ ചെയ്യുന്ന പോലെ കളിച്ചൊക്കെ മതി പടി എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടേ ഇല്ല. പിന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ്, രാജമൗലി തുടങ്ങിയത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ്. പിന്നെ കുറേ നാൾ പുള്ളി TV പ്രോഗ്രാംസ് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് വലിയ സംഭവങ്ങളൊന്നും അല്ല, തനി തലിങ്ക് വൃത്തികെട്ട സീരിയലുകൾ, കണ്ണീർ സീരിയലുകൾ. അങ്ങനെ 2001 അവസാനം പുള്ളിയുടെ ഫസ്റ്റത്തെ പടം ജൂനിയർ NTR നായകനാക്കിയിട്ട് സ്റ്റുഡന്റ് നമ്പർ 1 എന്ന് പറയുന്ന പടം ഇറക്കി. അത് പ്രതീക്ഷിക്കാത്ത ലെവലിൽ വലിയൊരു സക്സസ് ആവുകയും SS രാജമൗലിക്കും അവരുടെ ഫിലിമോഗ്രഫിയിൽ തന്നെ ഏറ്റവും ഫസ്റ്റത്തെ ഒരു ഹിറ്റ് പടം ആവുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നേ വരെ ഒരു പടം പോലും ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആവാതിരുന്ന രാജമൗലി തുടങ്ങുന്നത്. പക്ഷേ അയാൾക്ക് വെല്ലുവിളികളുണ്ടായിരുന്നു. ഏറ്റവും ആദ്യത്തെ സംഭവം, പുള്ളി എയിം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വലുതായിരുന്നു. ആ ടൈമിൽ പറ്റാത്ത സംഭവങ്ങളായിരുന്നു. ഏറ്റവും ആദ്യം തൊട്ടേ പണ്ട് തൊട്ടേ പുള്ളിക്ക് പാൻ ഇന്ത്യൻ പടങ്ങൾ ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ധീര, ഒറിജിനലി ടൈറ്റിൽഡ് ആസ് മഗധീര, അതായിരുന്നു പുള്ളിയുടെ ഫസ്റ്റത്തെ പാൻ ഇന്ത്യൻ പടം ആവേണ്ടിയിരുന്നത്. പുള്ളിക്ക് വലിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ബൈലിംഗൽ പടമായിട്ട് ഒതുങ്ങിപ്പോയി. എന്നിരുന്നാലും അത് ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പടമാണ്. കഴിഞ്ഞോ ഷേർഖാൻ, അതോ ഇനിയും ഒരു 100 പേരെ കൂടി അയക്കുന്നോ? പക്ഷെ എന്നിരുന്നാലും പുള്ളിക്ക് മഗധീര പാൻ ഇന്ത്യ പോവാത്തതിന് ശരിക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ആ വിഷമം പിന്നെ പുള്ളി ഈഗയിൽ തീർത്തു. അതെ, നമ്മുടെയൊക്കെ ഈച്ചയാണ് പുള്ളിയുടെ ഏറ്റവും ഫസ്റ്റത്തെ പാൻ ഇന്ത്യൻ പടം. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അത് നമ്മുടെ എല്ലാ രീതിയിലും പാൻ ഇന്ത്യൻ പക്ക ഹിറ്റായിരുന്നു അത്. അങ്ങനെ ഈച്ച അത്രയും വലിയ ഹിറ്റാക്കി കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രാജമൗലിക്ക് ആ ഒരു തോട്ട് വരുന്നത്. ഇന്ത്യൻ സിനിമയെ തന്നെ മാറ്റിമറിച്ച ആ ഒരു തോട്ട്. ഏറ്റവും ആദ്യം തന്നെ വിജയേന്ദ്ര പ്രസാദ് പറഞ്ഞത്, പുള്ളിയുടെ അടുത്ത് എന്നിട്ട് SS രാജമൗലി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരു പീരിയഡ് ആക്ഷൻ ഡ്രാമ ഓടിക്കണം, പക്ഷേ ക്യാരക്ടേഴ്സ് ഒക്കെ ഗ്രേ ആയിരിക്കണം, മിക്കവരും ഗ്രേ ആയിരിക്കണം, എനിക്ക് ഇതിൽ ഹൈ ഒക്ടേൻ ആക്ഷനും വേണം. Prabhas, it should be a period movie, total period. I don't want any supernatural things, and I want some grey characters. SS രാജമൗലി ഈ കഥ പ്രഭാസിനോട് പറഞ്ഞത് വേറൊരു രീതിയിലാണ്. ബാഹുബലി എന്ന് പേരുള്ള ഒരാളുണ്ട്. അതെന്താ അങ്ങനെ പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ, ഇയാളൊരു യുദ്ധത്തിന് പോയാൽ മേത്തൊരു സ്ക്രാച്ച് പോലും വീഴാതെ തിരിച്ചു വരും. Someone called Bahubali. When he goes to a war, he comes back without a scratch. This is the second scene he narrated to me. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ബിഗർ ബെറ്റർ പിക്ചർ ഒന്നും ആയിരുന്നില്ല അന്ന് ഇത്രയും വലിയൊരു ബഡ്ജറ്റിലുള്ള ഒരു പടം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരുന്നു. പോരാത്തതിന് ഒരു തെലുങ്ക് സിനിമ ഡബ് ചെയ്ത് ഒരു 100 കോടി കളക്ഷനെങ്കിലും കിട്ടുമെന്ന് പോലും ഉറപ്പില്ലാത്തൊരു ടൈം. എന്നാൽ ആ പ്രൊഡക്ഷൻ കമ്പനി 100% അയാളുടെ ആ ഒരു വിഷനിൽ, ആ ഒരു തോട്ടിൽ വിശ്വസിച്ച് ഫുൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴും ഇവർക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ആണ്. എല്ലാവർക്കും വെജിറ്റേറിയൻ ഫുഡാണ് കൊടുത്തത്. പ്രഭാസ് പറയുന്നുണ്ട്, പ്രഭാസിനും മറ്റ് വലിയ സ്റ്റാർസിനൊക്കെ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിന് സ്റ്റേ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് രാജമൗലി ഒരു കൂറ ലോഡ്ജിൽ, അതും ബാത്റൂം പോലും മര്യാദയ്ക്കില്ലാത്ത ഒരു ലോഡ്ജിൽ കിടന്നിട്ടാണ് ബാഹുബലി എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു പടം ഡയറക്റ്റ് ചെയ്തത്. നിങ്ങളതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഗ്രീൻ സ്ക്രീനും ബ്ലൂ സ്ക്രീനൊക്കെ പൊളിഞ്ഞു പോയിട്ട് ഇവരതിൻ്റെ മുകളിൽ ടേപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടാണ് VFX പരിപാടികളൊക്കെ തീർത്തത്.
അങ്ങനെ ബാഹുബലി ദ ബിഗിനിങ് റിലീസായി. നമ്മുടെ പ്രഭാസിന് ഒരു ചെറിയ ശീലമുണ്ട്. പുള്ളിയുടെ ഏത് പടം റിലീസായാലും ആ ദിവസം രാവിലെ കിടന്നുറങ്ങും, എന്നിട്ട് പടം ഹിറ്റായാൽ മാത്രമേ എഴുന്നേൽപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയും. ആ ദിവസം ബാഹുബലി റിലീസായ ആ ദിവസം ആരും പുള്ളീനെ എഴുന്നേൽപ്പിച്ചില്ല. കാരണം ബാഹുബലി ദ ബിഗിനിങ് അത്രയും നെഗറ്റീവ് റിവ്യൂസിലാണ് ഓപ്പൺ ആയത്. In Telugu, it's a disaster talk. ఓవర్ ఎక్స్పెక్టేషన్ పెట్టుకొని వెళ్తే మనకు సమ్వాట్ డిసప్పాయింట్ అవుతారు. കാരണം തെലുങ്ക് ഓഡിയൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നില്ല അതിൻ്റെ ഒരു എൻഡിങ്. ഇപ്പോൾ ക്ലൈമാക്സിൽ ഒരാൾ വന്ന് പ്രഭാസിനെ ബാക്കിൽ നിന്ന് കുത്തിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അതുവരെ അവർ അങ്ങനത്തെ ഒരു സംഭവം പോലും കണ്ടിട്ടില്ല. ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ ഹിന്ദി, തമിഴ്, നമ്മുടെ മലയാളം ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിവ്യൂ കിട്ടിയെങ്കിലും തെലുങ്കിൽ വലിയൊരു നെഗറ്റീവ് റിവ്യൂ ആണ് കിട്ടിയത്. തെലുങ്കാണ് അവരുടെ പ്രൈമറി മാർക്കറ്റ്. അവിടെ നിന്ന് ഫണ്ട് വന്നില്ലെങ്കിൽ എവിടെ നിന്നും വന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അവരുടെ രാജമൗലിയുടെ ആ ഒരു ബിഗ്ഗസ്റ്റ് ആ ഒരു സ്വപ്നം പിന്നെ ഒരിക്കലും നടക്കില്ല എന്നവർ വിചാരിച്ചു. SS രാജമൗലിയുടെ ഒരു പാൻ ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം അവിടെ തീർന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എടുക്കണം എന്ന ഒരു സംഭവം നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നും പറഞ്ഞ് അവർ നിർത്തി. അങ്ങനെ Day 1 കഴിഞ്ഞു, Day 2 കഴിഞ്ഞു, Day 3 ആയി. അന്ന് പതിയെ ഫാമിലി ഓഡിയൻസ് കയറാൻ തുടങ്ങി. പതുക്കെ അത് ഹൗസ്ഫുള്ളാവുകയും ആ ദിവസം വലിയൊരു പോസിറ്റീവ് റിവ്യൂ കിട്ടുകയും പിന്നെ കടിച്ച് കത്തി കയറി നമ്മളീ കാണുന്ന ബാഹുബലി ആവുകയും ചെയ്തു. അതെ, ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് ആയിട്ടുള്ള ഇന്ത്യയിൽ ബോളിവുഡിന്റെ ഡോമിനേഷൻ അവസാനിപ്പിച്ച ആ ഒരു പടം തുടങ്ങിയത് നെഗറ്റീവ് റിവ്യൂസിലായിരുന്നു. പാൻ ഇന്ത്യൻ പടം എന്നുള്ളൊരു സംഭവം വന്നു തുടങ്ങി തന്നെ ആ പടത്തിന് ശേഷമായിരുന്നു. സീക്വൽ ട്രെൻഡ് വന്നു തുടങ്ങി തന്നെ ആ പടത്തിന് ശേഷമായിരുന്നു. എന്തിന് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ഹിന്ദി സിനിമ മാത്രമല്ല, ഇവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് വിളിച്ചു പറഞ്ഞൊരു പടമായിരുന്നു അത്. ഈ ഒരു പടമാണ് ബാഹുബലി 2 എടുക്കാനുള്ള പുള്ളിക്ക് ആ ഒരു ഊർജം കിട്ടിയത്. ആ ബാഹുബലി 2 വന്നപ്പോൾ എന്തൊക്കെ ഉണ്ടായെന്ന് ഞാനിവിടെ ഒരുത്തനെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യൻ സിനിമേനെ വേൾഡിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചൊരു ടൈപ്പ് പടമായിരുന്നു ബാഹുബലി എന്ന് പറയുന്ന പടം. ഇതിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മളീ പലർക്കും വലിയ വലിയ ആഗ്രഹങ്ങളും വലിയ വലിയ ലക്ഷ്യങ്ങളും അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അതിന് ഒത്ത ഒരു സംഭവമായിരിക്കില്ല. ചിലപ്പോൾ ചുറ്റുമുള്ളവരും വിശ്വസിച്ചൊന്നും പോലും വരില്ല. ചിലപ്പോൾ നമുക്ക് പോലും വിശ്വാസം ഉണ്ടാവില്ല നമ്മൾ ആ ഒരു അവിടെ എത്തുമെന്ന്. പക്ഷേ നിങ്ങൾ അതിന് വേണ്ട വിധം ടൈം കൊടുത്താൽ, നിങ്ങളതിനെ വേണ്ട വിധം റെസ്പെക്റ്റ് ചെയ്ത് അതിനുവേണ്ടി പണിയെടുത്താൽ, നിർത്താതെ മുമ്പോട്ട് പോയാൽ നിങ്ങൾക്കും ഒരു ടൈം ഉണ്ടാവും, നിങ്ങൾക്കും ഒരു ദിവസം വരും. നമ്മുടെ ചുറ്റും ഇതുപോലെ അതിന് എക്സാമ്പിളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ നോക്കൂ, അവർക്കൊക്കെ അത് പറ്റുമെങ്കിൽ നമുക്കും പറ്റും, നിനക്കും പറ്റും, എനിക്കും പറ്റും. സോ സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ കൺസിസ്റ്റൻറ്റ്, സ്റ്റേ ട്യൂൺ ടു ദ സക്സസ്.